ഹലോ ഗൈസ്, നമ്മൾ സെക്കൻഡാമത്തെ ലോങ് വീഡിയോ ആണ് ഇടുന്നത്. ക്രാഫ്റ്റ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും പശ എടുക്കാം, പിന്നെ ഒരു കത്രിക, ഏതെങ്കിലും ഒരു പശ എടുത്താൽ മതി. രണ്ട് പശ ഉണ്ട്. പിന്നെ 4 ഷീറ്റ്സ് എടുക്കാം. ഇതാണ് ചെയ്യാൻ പോണത്. ഒരു ഓർഗനൈസറാണ്. ഈ സാധനം ഇങ്ങനെ വെക്കാൻ പറ്റില്ല. നമുക്ക് അൺഫോൾഡ് ചെയ്തൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാനും പറ്റും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം തിരിച്ചങ്ങനെ കാണിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ പേപ്പർ കട്ടിട്ട് എന്നിട്ട് വീഡിയോ ഫുള്ളായിട്ട് തുടങ്ങാം. അപ്പം അതെ, നമ്മൾ പേപ്പറൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇത് ഇട്ടാണ് വെട്ടേണ്ടത്. അതുപോലെ എത്ര പീസ് ഉണ്ടാകണം? 1 2 3 4 5 6 7 8 പീസ് ഉണ്ടാവും. 8 പീസ്. ഇതിന് ഒരു പേപ്പർ എന്തായാലും ബാക്കി വരും. അപ്പം ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ബോക്സ് ഉണ്ടാക്കണമെന്നാണ് ചെയ്യാൻ പോകുന്നത്. ഇത് മെയിനാണ്. നിങ്ങളെല്ലാവരും നോക്കിക്കോട്ടെ. ഞാൻ ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കാം. ആ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് അടക്കുക. എനിക്കാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാം. ഇങ്ങനെ അടക്കണം. നല്ലോണം തന്നെ കീറേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് തിരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഉള്ളിലങ്ങനെ കൈയിടണം. ഇതിനാണ് ശ്രദ്ധിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് അങ്ങോട്ട് ഇങ്ങനെ കാണിക്കണം. ഉള്ളി ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇതിങ്ങനെ വതുക്കെ ഇതാക്കാം. അത് തന്നെ ഇവിടെ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ് ഉണ്ടാക്കിയാലും മതി. ഇപ്പം ഞാൻ വീഡിയോയിൽ ഇതിങ്ങനെ എവിടെയെങ്കിലും ഓർഗനൈസർ ഇങ്ങനെ ചുരുട്ടി ബാഗിലൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലത്തെ ബോക്സ് തന്നെ ചെയ്യണം മെയിനായിട്ട്. അപ്പം അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അപ്പം അതിങ്ങനെ പാർട്സ് ഉണ്ടാവും. അപ്പം ഈ പാർട്ട് വരയാണനുസരിച്ച് തന്നെ നമ്മൾ ഇങ്ങനെ മടക്കണം. ഒരെണ്ണം എടുക്കണം. ഒരു ലെയർ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ മടക്കാം. എന്നിട്ട് അപ്പുറത്തും ഇതുപോലെ അങ്ങോട്ട് മടക്കണം. ക്ഷമയോടെ കൂടെ ഈ ബോക്സ് ചെയ്തില്ലെങ്കിൽ ബോക്സ് ഒരുമാതിരി ഇരിക്കും. അങ്ങനെ ചെയ്യാം. ആ സമയം ഇത് നോക്കിയിട്ട് ഇടുന്നുണ്ടാവില്ല. അത് ആ ബോക്സിൻ്റെ ഗ്യാപ്പിലോട്ട് അങ്ങോട്ട് തള്ളി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ ഭാഗം തിരിച്ചിട്ട് നമ്മുടെ ഈ പശ എടുക്കാം കേട്ടോ. ഈ പശ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ചെടുത്തിട്ട് നല്ലോണം തന്നെ തേച്ച് കൊടുക്കണം. അപ്പറേ ഇതാ ഒരു ലെയർ ഒരു ലെയറായിട്ട് കിട്ടും. അതിങ്ങനെ നന്നായിട്ട് എടുക്കണം.
മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അടിക്കുക. അപ്പുറത്ത് അത് തന്നെയാണ്, ജസ്റ്റ് അതൊന്ന് ആക്കി വെക്കണം. ഓക്കെ, ഇങ്ങനെ കാണാം. ഈ സാധനം നിർത്തിയേക്കണം. അതായത് നിർത്തിയേക്കണം, ശരിയാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ മുട്ടിക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടും അതങ്ങോട്ടിങ്ങനെ പതുക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ എനിക്ക് 2 ചെയ്യണം. അപ്പോൾ വീഡിയോ ഞാൻ കട്ടാക്കി വെക്കേണ്ട, ബാക്കി ചെയ്യട്ടെ. അതെ, ഇവിടെ നമ്മുടെ ബോക്സ് ഇങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലല്ല മടക്കണം. വിട്ട് തന്നെ ഇങ്ങനെ മടക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ മടക്കി പോകണം. എന്നിട്ട് ഇത്ര എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് പശയാണ് വേണ്ടത് ആ പശ ഇങ്ങനെ പിടിച്ചിട്ട് ഊശി കൊടുക്കാം. ചെറുതായി പോയി ഊശി കൊടുത്താൽ മതി. എനിക്ക് ഇത് പശയാണ് വേണ്ടി ഊശി കൊടുക്കാം. എന്നിട്ട് അതുപോലെ മടക്കിയും കൊടുക്കാം. അതിങ്ങനെ കിട്ടും. ഇതുപോലെ നമുക്ക് ഇനി കൂടി 3 ചെയ്യണം. അപ്പം അതെ, ഇനി അത് 3 കൂടി ചെയ്തിട്ട് എടുക്കുക. അതെ, നമ്മളിത് ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത്ര നമുക്ക് നല്ല ആവശ്യമുള്ളത് ഈ ഫെവിക്കോളാണ് കേട്ടോ മര്യാദക്കിരിക്കാൻ നല്ലത്. എന്ത് വെച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഒട്ടിച്ച് കടക്കാം. ഒരു 2 നോക്കാം, എടുക്കാം. എടുത്തിട്ട് ഒരു സൈസിന് അച്ചു കൊടുക്കാം. വെച്ചെടുത്തിട്ട് വെക്കാം. വെച്ചിട്ട് ഒരളവ് അങ്ങോട്ട് നോക്കാം. അളവ് നോക്കിയിട്ട് ഒട്ടിക്കാനായിട്ട് നോക്കണം. അപ്പം നല്ലത് ഈ കട്ടിയുള്ള ഭാഗം നോക്കി ഒട്ടിക്കണം. ഇനി ഞാൻ എടുക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ എടുത്തിട്ട് ഈ 2 വശമൊക്കെ നോക്കാം. പശ പോകുന്നില്ല, നോക്കട്ടെ. പശ പോകുന്നില്ല. പശ പോരും. പശ പോന്ന് കുറച്ചേശം ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്റ്റിക്ക് എടുക്കുക. ഒരു സ്റ്റിക്ക് എടുത്തിട്ട് പതുക്കെ അതുമ്മലോട്ട് ഒട്ടിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കണം. എന്നിട്ട് അടുത്ത സ്റ്റിക്കും ഒട്ടിക്കാം.
എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അത് അങ്ങോട്ട് എന്താണ് ഇങ്ങനെ ചെയ്യാം. ഉള്ളിൽ നന്നായിട്ട് തടകണത് പിടിക്കാനായിട്ടാണ്. ഓക്കെ, ഇതേ അടുത്തത് ഒട്ടിക്കാനുള്ള സമയത്തുണ്ട്. അടുത്തത് ഒട്ടിക്കാം. നമുക്കിനി ഇതൊട്ടിക്കാം. ഇത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇട ഒട്ടിക്കാം, പശ തേക്കാം, എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. നല്ല ഗ്യാപ്പിൽ ഒട്ടിക്കണം. എന്നിട്ട് അതുപോലെ തന്നെ തടകണം. തടകിയിട്ട് ഇതിങ്ങനെ ഒട്ടിക്കാം. എല്ലാം തന്നെ തേച്ച് കൊടുക്കണം. പശ തേച്ചെടുത്തതിന് ശേഷം ഒട്ടിക്കുക. എന്നിട്ട് അമർത്തുക. ഇടാം. ഇങ്ങനെ കിട്ടിയല്ലോ, ഇങ്ങനെ കിട്ടി അല്ലേ? ഇങ്ങനെ കിട്ടിയാൽ പോരാ, നിൽക്കൊന്നുമില്ല, സ്റ്റാൻഡായിട്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിലൊന്ന് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ തടകണം എന്തിങ്ങനെ. എന്നിട്ട് ബാക്കിയുള്ള രണ്ട് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സാധനം റെഡിയാവും. അപ്പം നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഫെവിക്കോൾ തന്നെ എടുക്കണതാണ് നല്ലത്. ഫെവിക്കോൾ എടുത്തിട്ട് ഈ ബോക്സുമേക്ക് നന്നായിട്ട് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, വര പോലെ തേച്ചെടുത്താൽ മതി കേട്ടോ. വര പോലെ തേച്ച് കൊടുക്കാം. എന്നിട്ട് സാധനം എടുത്ത് ഇങ്ങനെ ഇട്ട് ചെയ്യാം, അമർത്താം. സാധനം നന്നായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ നമ്മൾ ഉണങ്ങാണ്ട് അപ്പം തന്നെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ സാധനം ചീത്തായി പോകും. ഉണങ്ങിയിട്ട് സാധനങ്ങൾ ഇടാൻ പാടുള്ളൂ ഇതിൻ്റെ അകത്ത്. ഓക്കെ, നിറങ്ങിയത് കനം കാരണമാണ്. ഓക്കെ, അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ബാക്കിയൊരു പേപ്പർ വന്ന് അത് വേണമെങ്കിൽ നമുക്ക് കൈമേക്ക് ഫെവിക്കോളായിട്ടുണ്ടെങ്കിൽ തുടക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാം, സൂക്ഷിച്ച് വെക്കാം. സാധനമായിട്ട് റെഡി ആയിട്ടുണ്ട്. സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. എല്ലാവർക്കും ഒരു ടാറ്റ പറയണം. ടാറ്റ.